വിസ തട്ടിപ്പിനിരയായി ഷാർജയിലെത്തിയ കാസർഗോഡ് കടുമേനി സ്വദേശികളായ അനിൽകുമാർ ഇലവുങ്കൽ, രാഘവൻ, സുനീഷ് ആലിങ്കൽ, ചിറിൽ രാജൻ എന്നിവർക്ക് ഷാർജയിലെ അലി ഇബ്രാഹിം അഡ്വക്കേറ്റ്സിന്റെ സൗജന്യ നിയമസഹായം തുണയായി. കടുമേനി സ്വദേശിയും ബന്ധുവുമായ ബിജു മോഹന വാഗ്ദാനങ്ങൾ നൽകി ഷാർജയിലുള്ള സേഫ് മിക്സ് കോൺക്രീറ്റ് LLC എന്ന കമ്പനിയിലേക്ക് പമ്പ് മെക്കാനിക്കൽ ജോലിക്കായാണ് ഇവരെ കൊണ്ടുവന്നത്. വിസയ്ക്കായി 1,25,000 ഇന്ത്യൻ രൂപ വീതം വാങ്ങുകയും 1,800 ദിർഹവും ഓവർടൈം ആനുകൂല്യങ്ങളും വാഗ്ദാനം നൽകുകയും ചെയ്തു. എന്നാൽ ഷാർജയിൽ കമ്പനിയിൽ ജോലിക്ക് കയറിയപ്പോഴാണ് 450 ദിർഹം മാത്രമാണ് അടിസ്ഥാന ശമ്പളമെന്ന് അറിയുന്നത്. താമസ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ 750 ദിർഹം മാത്രമാണ് ഇവർക്ക് ലഭിച്ചത്. വിസ ക്യാൻസൽ ചെയ്യുന്നതിനായി കമ്പനി അധികൃതരെ സമീപിച്ചെങ്കിലും കമ്പനി അധികൃതർ തയ്യാറായില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന 27 ഓവർ ടൈമും കാര്യങ്ങളും എങ്ങനെ കളിച്ചാലും നമുക്ക് 10-35 രൂപ മുകളിൽ കിട്ടും. അത് കഴിഞ്ഞ് 2-3-4 മാസം കഴിയുമ്പോഴത്തേക്ക് ലൈസൻസ് എടുക്കാം. കമ്പനി മെക്കാനിസം എന്നും പറഞ്ഞ് കൊണ്ടുവന്നത് ഇവിടെ വന്നപ്പോൾ അതിൻ്റെ ഹെൽപ്പറാണ്. 22 മണിക്കൂറല്ലായിരുന്നു പണി ഞങ്ങൾക്ക്. അന്നേരം അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് സൈറ്റിൽ ഭക്ഷണമൊന്നുമില്ല, രാവും പോലും ഒരേ പണി. തുടർന്ന് ഷാർജയിലെ അലി ഇബ്രാഹിം അഡ്വക്കേറ്റ്സിനെ ബന്ധപ്പെടുകയായിരുന്നു. സൗജന്യ നിയമസഹായ പദ്ധതിയിലൂടെ നിയമപ്രതിനിധി സലാം പാപ്പിനിശ്ശേരിയുടെ നേതൃത്വത്തിൽ അഡ്വക്കേറ്റ് KS അരുൺ, അഡ്വക്കേറ്റ് രമ്യ അരവിന്ദ്, നിയമപ്രതിനിധി വിനോദ് എന്നിവർ ചേർന്ന് വിസ ക്യാൻസലേഷൻ നടപടികൾക്ക് വേണ്ട സഹായം ചെയ്തു കൊടുത്തു. വിസ തട്ടിപ്പുകൾ കൂടി വരുന്ന കാലത്ത് നാട്ടിൽ നിന്നും പണം കൊടുത്ത് ഗൾഫിലേക്ക് വരുന്നതിന് മുമ്പ് കമ്പനിയെയും ജോലിയെയും കുറിച്ച് ശരിയായി അന്വേഷിക്കണമെന്ന് അലി ഇബ്രാഹിം അഡ്വക്കേറ്റ്സിലെ നിയമപ്രതിനിധി സലാം പാപ്പിനിശ്ശേരി വ്യക്തമാക്കി. ഇവർക്ക് പറഞ്ഞ ജോലിയല്ല, അലർജി ബാധിക്കുന്ന ജോലിയായിരുന്നു ഇവർക്ക് കൊടുത്തിരുന്നത്. കെമിക്കലായിട്ട് ബന്ധപ്പെട്ട ജോലിയായിരുന്നു. ഇവർ നാട്ടിൽ മുമ്പ് അങ്ങനെ ചെയ്തൊരു എക്സ്പീരിയൻസും ഇല്ല. ഇവർ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് ഈ ജോലി എല്ലാം ഞങ്ങളോട് പറഞ്ഞു വന്നതെന്ന് പറഞ്ഞ് കമ്പനീനെ സമീപിച്ചെങ്കിലും കമ്പനി പറഞ്ഞത് വിസ എടുത്ത എക്സ്പെൻസ് ഞങ്ങൾക്കുണ്ട്, അതും നഷ്ടപരിഹാരം ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ നിങ്ങളെ നാട്ടിലേക്ക് കയറ്റിവിടാം, ടിക്കറ്റ് ഉൾപ്പെടെ നിങ്ങൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. പക്ഷേ അവർക്ക് അത് കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പണമില്ലാതിരുന്ന ഇവർക്ക് ഷാർജ ഇന്ത്യൻ അസോസിയേഷനാണ് നാട്ടിലേക്കുള്ള വിമാന ടിക്കറ്റ് എടുത്തു നൽകിയത്. ജീവൻ ന്യൂസ്, ഷാർജ.